ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ കുറച്ച് കളർ പേപ്പേഴ്സ് ഒരു കാർഡ്ബോർഡ് പീസ് മാത്രം ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഹോം ഡെക്കോർ ഫ്ലവർ പ്ലാന്റിൻ്റെ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? നമ്മളിവിടെ ആദ്യം ഗ്രീൻ കളർ പേപ്പറിൻ്റെ 3 ഷെയ്ഡ്സാണ് എടുത്തേക്കുന്നത്. അതായത് ലീഫ് ചെയ്യുമ്പോൾ നമുക്ക് ഡാർക്ക് കളറിൻ്റെ ലൈറ്റ് കളറിൻ്റെ ഒരു ഇത് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എടുത്തേക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം ഡാർക്ക് കളറിൻ്റെ കളർ പേപ്പർ എടുത്തിട്ട് നമ്മൾ അത് നീളത്തിൽ 4 ഒരേ അളവിൽ മടക്കി കൊടുത്ത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന പീസിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് നീളത്തിൽ വീണ്ടും നമ്മളൊന്ന് നടുവേ മടക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നമ്മളൊന്ന് വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന രീതിയിൽ ലീഫിൻ്റെ ഷേപ്പിലാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കട്ട് ചെയ്ത ശേഷം നിവർത്തിയെടുക്കുമ്പോൾ ഇതുപോലെ ഇരിക്കണം. അപ്പോൾ ഇതുപോലത്തെ ഞാൻ എല്ലാ കളർ പേപ്പേഴ്സും നമ്മൾ 3 ഷെയ്ഡ് എടുത്തിട്ടുണ്ടായിരുന്നു. 3 ഷെയ്ഡിലും നമ്മൾ വേണ്ടത്രയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ വെട്ടിയെടുത്ത ലീഫുകളെല്ലാം ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചെറിയൊരു കാർഡ്ബോർഡ് ബോക്സിൻ്റെ പീസ് നമുക്ക് വേണ്ട രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനതൊരു കളർ പേപ്പർ ഉപയോഗിച്ച് കവർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ടോപ്പ് വശത്ത് ഒന്ന് അടഞ്ഞിരിക്കുന്ന രീതിയിൽ വെക്കാൻ വേണ്ടിയിട്ട് തെർമോക്കോളിൻ്റെ ഒരു പീസ് കട്ട് ചെയ്ത് അതിനുള്ളിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ആ തെർമോക്കോളിൻ്റെ ഭാഗം മാത്രം ഒന്ന് ബ്രൗൺ കളർ ഷെയ്ഡിലൊന്ന് പെയിൻ്റ് അടിച്ച് കൊടുക്കുക ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ബോക്സിൻ്റെ പുറത്തേക്ക് ആ ലീഫുകളെല്ലാം കൂടെ ഒന്ന് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന രീതിയിലൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഡാർക്ക് ഗ്രീൻ കളർ ഒന്ന് പുറം വശത്തേക്ക് വിടർന്ന് നിൽക്കുന്ന രീതിയിൽ 2 സൈഡിലേക്കാക്കി ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ അതിനേക്കാളും ലൈറ്റ് കളറായിട്ട് വരുന്ന ഗ്രീൻ ഷെയ്ഡ് ആ ലീഫിൻ്റെ ആ ഉള്ളിൽ നിന്ന് തന്നെ വരുന്ന രീതിയിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നു. വീണ്ടും അതിനേക്കാളും ലൈറ്റ് കളർ ഏറ്റവും താഴെ ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ ഒട്ടിച്ചെടുക്കുക ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ പുറത്ത് കുഞ്ഞു കുഞ്ഞു പൂക്കൾ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ റോസ് കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നീളത്തിൽ 4 മടക്കി കൊടുത്തിട്ട് നമ്മളതൊരു സമചതുര രീതിയിൽ വരുന്ന രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൽ നിന്നൊരു പീസ് എടുത്തിട്ട് നമ്മൾ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന രീതിയിലൊന്ന് മടക്കി കൊടുക്കാം. എന്നിട്ട് അത് ആ ഒരു ഫ്ലവറിൻ്റെ ആ ഒരു ഇതറിൻ്റെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് കൊടുത്ത് അത് നിവർത്തിയെടുക്കുക. ഇനി നമ്മൾ ഈ ഫ്ലവർ നിവർത്തിയെടുത്തതിന് ശേഷം അതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഒരു പെൻസിലിൻ്റെ പേനയുടെ ബാക്ക് സൈഡ് വെച്ചിട്ട് നമ്മൾ കൈവെള്ളയിൽ ഉള്ളിലേക്ക് വെച്ചിട്ടൊന്ന് അമക്കി കൊടുക്കുക. അപ്പോൾ നമുക്കവിടെ ഒരു സെൻറ്റർ പോർഷൻ പോലെ കിട്ടും. അങ്ങനെ നമ്മൾ കുറച്ചധികം പൂക്കൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഈ പൂക്കളെല്ലാം കൂടെ നമ്മൾ നമ്മുടെ ലീഫിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഹോം ഡെക്കോർ പ്ലാന്റ് ഐഡിയ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ നമ്മുടെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിടാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുകയും നിങ്ങളുടെ സപ്പോർട്ട് ലൈക്കിലൂടെ തരികയൊക്കെ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഇതുപോലുള്ള പുതിയ വീഡിയോസായിട്ട് കാണും വരെ ബൈ ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.